500 രൂപ വേണം, 500 രൂപ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ മുഴുവനായിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ കഞ്ഞിയുടെ കൂടെ കുറച്ച് കടലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നല്ല ചൂടൻ കഞ്ഞി, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ? അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേ നമ്മളെ ശിഷ്യനായിട്ടുള്ള ആബി 7:45 എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 8 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലെത്തും. വണ്ണം കൂടി പോകണമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി രാവിലെ 7:45 തുടങ്ങി 8 മണി വരെ 15 മിനിറ്റുള്ള നടത്തം. അത് പുള്ളിക്ക് എല്ലാ ദിവസവും ഉള്ളതാണ്, ഒരു ശീലമാണ്. അങ്ങനത്തെ സുധീഷും വരീഷും റെഡി ആയിട്ട് അവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടൂൾസൊക്കെ ആയിട്ട് നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. കുഴിപ്പള്ളി ബീച്ചിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസോർട്ടിൽ ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് വെക്കണ ഒരു പരിപാടിക്കാണ് പോകുന്നത്. വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വീടിൻ്റെ മുകളിൽ വെക്കുന്ന രീതിക്കല്ല വെക്കുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ശാന്തസുന്ദരമായ ഞങ്ങളുടെ ബീച്ച് റോഡിലൂടെ നേരെ ഞങ്ങൾ കുഴിപ്പള്ളി ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ടവർ ഇന്ദ്രിയ എന്ന് പറഞ്ഞ റിസോർട്ടിൻ്റെ റോപ്പ് വേ സിസ്റ്റം ഉണ്ടാകും. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റോപ്പ് വേ, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, സൈക്ലിങ്, അങ്ങനെ പല പരിപാടികളുണ്ട്. അങ്ങനെ ആകാശത്തൂടെ പറന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കുഴിപ്പള്ളി ബീച്ചിലോട്ട് പോരി. 150 രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 30 കിലോമീറ്റർ ഓടണം. എൻ്റെ ഫാഷന് വേണ്ടി എനിക്ക് വീണ്ടും പണി തന്നിട്ട് അങ്ങനത്തെ പെട്രോളെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ പതിയെ നടന്ന് വീണ്ടും ബീച്ചിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. സൈറ്റിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ വേറെ ചേട്ടന്മാർ അതിൻ്റെ അരികത്ത് നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഈ 8 മണിയാകുമ്പോൾ പണിക്കുവാനെന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങളൊക്കെ എഴുന്നേക്കണം തന്നെ 8 മണിക്കാണ്. അങ്ങനെ 8:45 9 മണിയാകുമ്പോഴേക്കും ഞങ്ങളിത് സൈറ്റിലെത്തി. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഫുള്ള് അപ്പോളോൻ്റെ GI പൈപ്പിലാണ് നമ്മൾ ചെയ്തേക്കണത്. GP അല്ല, GI പൈപ്പിലാണ് ചെയ്തേക്കണത്. താഴേക്ക് നമ്മൾ 10 ഇഞ്ച് ഡയ വരുന്ന MS-ൻ്റെ 6 mm തിക്നെസ് ഉള്ള പൈപ്പാണ് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മളൊരു 12 mm തിക്നെസ് ഉള്ള ഫ്ലാഞ്ചും പിന്നെ സ്റ്റിഫ്നറുകളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇന്ന് ഇറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനായിട്ട് ക്രെയിൻ വരണം, ഹൈഡ്ര വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നിവർത്തി വെക്കാനുള്ള പരിപാടിയിലാണ്. അത് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. താഴേക്ക് ഒരു 1.5 മീറ്ററെങ്കിലും താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല, അത് എഞ്ചിനീയർമാർ പറയണ പോലെ തന്നെ അതിൻ്റെ രീതിക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അവർ. ഇതിൽ 20 mm ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ക്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ റിസോർട്ട്. നിങ്ങൾ കുഴിപ്പള്ളി ബീച്ചിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ്. കടൽ കണ്ട് നീന്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഹൈഡ്ര കറക്റ്റ് സമയത്തിന് എത്തിയിട്ട് ഞങ്ങൾ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉയർത്തിക്കൊണ്ടിരിക്കേണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ താഴത്തുനിന്ന് തന്നെ സ്റ്റാൻഡ് വെക്കുന്ന ആൾക്കാർ 4 ലെഗ് കൊടുത്ത് ചെയ്യാതെ ഇതുപോലെ സെൻറ്ററിൽ ഒരു പൈപ്പിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ല, ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ 500 വേണ്ടേ നിങ്ങൾക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നീ ഒരിക്കലും വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണ്ട കേട്ടോ. അല്ലാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കും, മറക്കല്ലേ പ്ലീസ്. അപ്പോൾ ഈ വീഡിയോന് 50 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 50 ലൈക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ 500 കൊടുക്കട്ടെ. അപ്പോൾ ഈ 500 എന്ന് പറഞ്ഞൊരു വലിയ സംഭവം അല്ലെന്നുണ്ടെങ്കിലും അത് ഈ വീഡിയോ കണ്ടതിന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും അത് നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പണിക്ക് പോകുന്നവരൊക്കെ പണിക്ക് പോകും, ഓഫീസിൽ പോകുന്നവരൊക്കെ ഓഫീസിൽ പോകും. സമയം 10 മണിയായി, വേഗം വിട്ടല്ലായിരിക്കും.